ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം T20യിൽ ഇന്ത്യക്ക് വിജയം. ഈ വിജയത്തോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. 19.4 ഓവറിൽ 126 റൺസിനാണ് ഇംഗ്ലണ്ടിനെ ഒതുക്കി ഇന്ത്യ 15 റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയത്. തുടക്കത്തിൽ പതറി ഇന്ത്യ ശിവൻ ദുബെ 53 റൺസും ഹർദിക് പാണ്ഡ്യയുടെ 53 റൺസിൻ്റെ പിൻബലത്തിലാണ് മികച്ച സ്കോറിലേക്ക് എത്തിയത്. കൂടാതെ ബോളിംഗിൽ രവി വിഷ്ണുവിൻ്റെയും ഹർഷിത് റാണയുടെയും 3 വിക്കറ്റ് പ്രകടനവും വരുൺ ചക്രവർത്തിയുടെ 2 വിക്കറ്റ് പ്രകടനവും അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ് എന്നിവരുടെ ഓരോ വിക്കറ്റ് പ്രകടനവുമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. മികച്ച ബോളിംഗാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. മലയാളി താരം സഞ്ജു സാംസൺ പിന്നെയും അതേപടി തന്നെയാണ് പുറത്തായത്. ആദ്യ 3 മാച്ചുകളിൽ പുറത്തായ അതേ രീതിയിൽ തന്നെയാണ് താരം പുറത്തായത്. വിക്കറ്റ് ജോഫ്ര ആർച്ചറിന് അല്ലെന്ന് മാത്രം. താരം കളിച്ച ആ ഷോട്ടിന് യാതൊരുവിധ പവറും ഉണ്ടായിരുന്നില്ല. കൂടാതെ താരം ഫീൽഡ് മനസ്സിലാക്കാതെയാണ് കളിക്കുന്നതെന്നത് വ്യക്തമാണ്. കഴിഞ്ഞ 3 മാച്ചുകളിൽ ഇതേ ഫീൽഡിംഗ് സെറ്റ് തന്നെയാണ് സഞ്ജുവിനെതിരെ ബട്ട്ലർ പ്രയോഗിച്ചത്. എന്നാൽ താരം അത് മനസ്സിലാക്കാതെ വീണ്ടും അതേ കെണിയിൽ തന്നെ ചെന്ന് വീഴുകയാണ്. 4ാം മാച്ചിൽ തനിക്കെതിരെ ഷോർട്ട് പിച്ച് പന്തുകളിൽ അവിടെ ഫീൽഡർ ഉണ്ടാകുമെന്നത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എങ്കിലും താരം അത് മനസ്സിലാക്കിയില്ലെന്നത് വ്യക്തമാണ്. കൂടാതെ കീപ്പിങ്ങിലും താരം മികച്ചതായിരുന്നില്ല. റണ്ണൗട്ടുകളും ക്യാച്ചുകളുമെല്ലാം താരം മിസ്സാക്കിയിരുന്നു. എന്നാൽ താരത്തിന് കൂട്ടായുള്ളത് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും 0-ന് പുറത്തായത് മാത്രമാണ്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് ഫിൽ സാൾട്ടിൻ്റെയും ബെൻ ഡക്കറ്റിൻ്റെയും മികവിൽ മികച്ച പാർട്ട്ണർഷിപ്പാണ് തുടക്കത്തിൽ നൽകിയത്. കളി കൈവിട്ടു പോകുമെന്ന് തോന്നിച്ച സാഹചര്യത്തിലാണ് രവി വിഷ്ണോയി തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. 51 റൺസെടുത്ത ഹാരി ബ്രൂക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കൂടാതെ ശിവൻ ദുബയ്ക്ക് പകരം കൊണ്ടുവന്ന ഹർഷിത് റാണയാണ് ഇംഗ്ലണ്ടിനെ നടുപിടിച്ചത്. താരമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.